ഇത്തവണ കർക്കിടക മാസം മുതൽ ശ്രീരാമജയം എഴുതുവാൻ ആരംഭിക്കൂ. എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ അഥവാ മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതിലൂടെ സഫലമാകുന്നതാണ്. ഇനി എങ്ങനെയാണ് ശ്രീരാമജയം എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനായി ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങുക. പിന്നീട് നോട്ട്ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ഓം എന്നെഴുതുക. അതിനുശേഷം മറ്റൊരു പേജ് എടുത്ത് ശ്രീരാമജയം എന്ന് ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി 108 തവണ എഴുതുക. ഈ കർക്കിടക മാസം മുഴുവനും രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം എഴുതാവുന്നതാണ്. ഇനി ശ്രീരാമജയം എഴുതുമ്പോൾ പുല, വാലായ്മ പോലെയുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എഴുതുവാൻ പാടില്ല. ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് പൂജാമുറിയിൽ കയറാതെ ഹാളിലോ ബെഡ്റൂമിലോ ഇരുന്ന് ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രീരാമജയം എഴുതുമ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങളോ അല്ലെങ്കിൽ പാട്ടുകളോ കേട്ടുകൊണ്ട് ഇത് എഴുതുന്നത് കൂടുതൽ നല്ലതാണ്. ഭക്തിസാന്ദ്രമായ ഈ കർക്കിടക മാസത്തിൽ പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ശ്രീരാമജയം എഴുതി നോക്കൂ. നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ ആഗ്രഹം ഭഗവാൻ തീർച്ചയായും സാധിച്ചു തരുന്നതാണ്.